ഹായ് ഹലോ, ദിസ് ഇസ് വൈശാഖ്. അപ്പോൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ട്രാവലിംഗ് വീഡിയോകളൊന്നും ചെയ്യാത്തത്. വേറൊന്നും കൊണ്ടല്ല, സമ്മറും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഒരുപാട് സമയം വീഡിയോ എടുക്കാനും അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ട്രാവലിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പോസ് ചെയ്ത് വെക്കുകയായിരുന്നു. എനിവേ നമ്മൾ തിരിച്ച് നമ്മുടെ ട്രാവലിംഗ് വീഡിയോയിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് റാണിപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് റാണിപുരം. അതുമാത്രമല്ല നമ്മൾ എല്ലാ വർഷവും കാസർഗോഡ് ആയാലും കാസർഗോഡ് അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും കേരളത്തിൻ്റെ പുറത്തുനിന്നായാലും ഒരുപാട് പേര് വരുന്ന സ്ഥലം കൂടിയാണ് റാണിപുരം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ റാണിപുരത്തെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. എനിവേ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ സ്റ്റോറീസ്. റാണിപുരം ഇതുവരെ കാണാത്തവരും ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ റാണിപുരത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള പനത്തടി ഗ്രാമപഞ്ചായത്തിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3438 അടി ഉയരമാണ് നമ്മുടെ റാണിപുരം പീക്കിലേക്ക് ഉള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. റാണിപുരം മുമ്പ് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരിലായിരുന്നു, അതായത് മാടത്തുമല എന്ന പേരിലായിരുന്നു നമ്മുടെ റാണിപുരം മുമ്പ് അറിയപ്പെട്ടിരുന്നത്. 1970കളിൽ കോട്ടയത്തെ കത്തോലിക്ക രൂപത കോടോത്ത് കുടുംബത്തിൽ നിന്ന് കുടിയേറ്റത്തിന് വാങ്ങിയൊരു സ്ഥലമാണ് നമ്മുടെ റാണിപുരം എന്ന് പറയുന്നത്. പിന്നീട് കുടിയേറ്റക്കാർ പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് റാണിപുരം എന്ന പേര് കൊടുക്കുകയായിരുന്നു. എന്നിരുന്നാലും കുടിയേറ്റത്തിന് മുമ്പുള്ള ആചാരങ്ങൾ ഇന്നും അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെ. അതായത് പ്രകൃതി ദേവതയെ പ്രസാദിപ്പിക്കാനായിട്ട് എല്ലാ മാസത്തിലും അവിടെ തെയ്യം നടന്നു പോകുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ റാണിപുരത്ത് ഒരുപാട് ചിത്രശലഭങ്ങളും ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വന്നാൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കരിമ്പരുന്ത്, ചുള്ളിപ്പരുന്ത്, ചെറിയ ചിലന്തി വേട്ടക്കാരൻ, പിന്നെ ഉയർന്ന മലപ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന, എന്നാൽ കേരളത്തിൻ്റെ ചുരുക്കം പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നെൽപ്പൊട്ടൻ എന്ന് പറയുന്ന പക്ഷിയും നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പനത്തടി ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ പല ഭാഗത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ചെളിക്കുണ്ട് പോലെ ആയിരുന്നു പല ഭാഗത്തും. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും അത്രയും ബെറ്ററായി ഒന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് റാണിപുരത്തിൻ്റെ ആ ഒരു പോർഷൻസ് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കൊരു കൃത്യമായൊരു രൂപം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് നമ്മൾ പനത്തടിയിൽ നിന്ന് നമ്മൾ റാണിപുരത്തേക്കുള്ള ആ ഒരു റോഡിലേക്ക് കയറി കുറച്ച് മുകളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃത്യമായൊരു വ്യൂ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ പനത്തടിയിൽ നിന്ന് റാണിപുരത്തേക്ക് ഏകദേശം 9 കിലോമീറ്ററാണ് നമുക്ക് ദൂരം വരുന്നത്. അങ്ങനെ നമ്മൾ പനത്തടിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് റാണിപുരം റോഡിലേക്ക് മുകളിലേക്ക് നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നല്ല ഡീസൻ്റായ റോഡുകളാണ് ഉള്ളത്. കാരണം നമ്മൾ ഒരു 2-3 വർഷം മുന്നേ വരുന്ന സമയത്തൊക്കെ ഇവിടെ റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നിരുന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ വലിയ രീതിയിലൊന്നും ബാധിക്കുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്നതായിരുന്നു. കാരണം നമ്മൾ ഒരു കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന സമയത്ത് നല്ല കണ്ടീഷനായിരുന്നു റോഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി ഇവിടത്തേക്ക് വരുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ആ റോഡിൻ്റെ കണ്ടീഷനൊക്കെ. അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ റോഡ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകളും
ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റാണിപുരം കാണാനെത്തുന്ന സഞ്ചാരികൾ മാക്സിമം നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്ത് തന്നെ റാണിപുരത്തേക്ക് എത്താൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ട് തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് വരാൻ നോക്കുക മാക്സിമം. കാരണം റാണിപുരത്തേക്ക് ആകെ ഒരൊറ്റ ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അത് കാഞ്ഞങ്ങാട് നിന്ന് വൈകിട്ട് 4:36 പുറപ്പെടുന്ന ഒരു KSRTC ബസ് മാത്രമാണ് നമുക്ക് ആകെ ഇപ്പോൾ സർവീസ് ഡയറക്റ്റായിട്ട് റാണിപുരത്തേക്കുള്ളൂ. അത് അവിടെ ഏകദേശം 6:36 ആകുമ്പോഴേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്ന സഞ്ചാരികൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തിട്ട് തന്നെ വരാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് വാഹനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു KSRTC ബസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്കുള്ളൊരു മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് പാണത്തൂരേക്ക് KSRTCയും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബസ്സിൽ കയറിയിട്ട് പനത്തടി ഇറങ്ങാം. എന്നിട്ട് പനത്തടി നമ്മുടെ റാണിപുരം ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് ജീപ്പ് വഴിയായാലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അതായത് താഴ്ന്ന ഒരുപാട് ജീപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ പല ഭാഗത്തും നല്ല രീതിയിൽ കോടമഞ്ഞും എന്താ പറയുക ചെറിയ ചാറ്റൽ മഴയും മൊത്തം നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ അത്രയും മനോഹരമായ നല്ലൊരു വിഷ്വൽസ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളിപ്പോൾ ഒരു മെയ് തുടങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു നമ്മുടെ വേനൽ മഴയൊക്കെ ചെറിയ രീതിയിൽ കിട്ടി തുടങ്ങിയതിൻ്റെ ഒരു ഇത് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. വലിയ രീതിയിലുള്ള ആ ഒരു പച്ചപ്പും കാര്യങ്ങളും നമുക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ചൂട് തീരെ അറിയുന്നില്ല ഇങ്ങോട്ട്. കാരണം നമ്മൾ പനത്തടിയിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് വെയിൽ വളരെ കുറവാണ്. അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ചൂട് നമുക്കിവിടെ തീരെ അറിയുന്നില്ല. പലപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥ തന്നെയാണ്. ആകാശമൊക്കെ അധികം ഇരുണ്ട് മൂടിയ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് തന്നെ പലപ്പോഴും മഴ പെയ്യുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കൂളായ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. നമ്മുടെ ഈ ഫോറസ്റ്റിനകത്ത് കൂടി കയറിയിട്ട് കുറച്ച് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ തന്നെ പലരും വണ്ടി ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒതുക്കിയിട്ട് ഒന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് നടക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. വേറെ കൊണ്ടല്ല, നമ്മുടെ കാടിനകത്ത് കയറിയപ്പോൾ തൊട്ട് നമുക്കൊന്ന് മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ആ ചീവീടുകളുടെ ശബ്ദവും ആ കിളികളുടെ ശബ്ദവും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക മൊത്തത്തിലൊന്ന് ആസ്വദിച്ചതിന് ശേഷം ഇവിടുന്ന് പോകാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളും കുറച്ച് നേരം അവിടെ ഒന്ന് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് മൊത്തത്തിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു കാടൊക്കെ മൊത്തത്തിലൊന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ മെല്ലെ അവിടുന്ന് മുകളിലേക്ക് തിരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റാണിപുരമൊക്കെ കണ്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ വണ്ടി ഒതുക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്നൊരു പ്രത്യേകത്തിലൊരു ശബ്ദം കേട്ടത്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് ഒരു അടിപൊളി ഒരു വേഴാമ്പലായിരുന്നു. നമ്മളപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ കയ്യിലുള്ളതൊരു മൊബൈൽ ക്യാമറ ആയതുകൊണ്ടും പുള്ളിക്കാരൻ നല്ല ഹൈറ്റിലായതുകൊണ്ടും തന്നെ ഫോട്ടോ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ റാണിപുരത്തെ സംബന്ധിച്ച് ഇതൊന്നും അത്ര വലിയ പുത്തരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇവിടെ പല സീസണിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള പക്ഷികളും അതേപോലെ തന്നെ ചിത്രശലഭങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു.
നിങ്ങളിപ്പോൾ മഴക്കാലത്താണ് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അതിങ്ങനെ ഒഴുകി വന്ന് നേരെ റോഡും കടന്ന് താഴേക്ക് ഇങ്ങനെ പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒന്ന് മുഖമൊക്കെ കഴുകാം, എന്താ പറയുക, കുറച്ച് വേണമെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യാം. കാരണം കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കിവിടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും. ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്നാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും കാണാം മുകളിൽ പോയിട്ട്. ഇനിയിപ്പം ഇവിടെ നമുക്കൊന്ന് മുകളിലായിട്ട് ചെറിയൊരു കലുങ്കുണ്ട്, നമുക്ക് അവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാം. മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ മറ്റൊരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചുറ്റും മലകളും നമ്മുടെ തൊട്ടടുത്തായിട്ട് ആ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പള്ളിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്താ പറയുക നമ്മുടെ റാണിപുരം മല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ആയിട്ട് ഒരു അടിപൊളി വിഷ്വലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്ന റോഡെല്ലാമായിട്ട് ഒരു വല്ലാത്തൊരു ആംബിയൻസാണ്. മഴക്കാലത്താണ് നിങ്ങളിങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും നല്ലൊരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഈ പള്ളിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെയായിട്ട് ഇങ്ങനെ ആ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ നല്ലൊരു വളവും അതേപോലെ തന്നെ കുത്തനെയുള്ളൊരു കയറ്റവും ഉണ്ട്. അപ്പോൾ ഇതിൽ വണ്ടി സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നവർ ശ്രദ്ധിക്കാം, മാക്സിമം നല്ല സ്പീഡിലൊന്നും ഇറങ്ങരുത്. ചെറിയ സ്പീഡിൽ തന്നെ എന്താ പറയുക വണ്ടി ഇറങ്ങാനും അതേപോലെ തന്നെ ചെറിയ സ്പീഡിൽ തന്നെ വണ്ടി കയറിയിട്ട് പോകാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചിട്ട് മാന്യമായിട്ട് തന്നെ വണ്ടി ഓടിച്ച് മുകളിലേക്ക് പോകാൻ നോക്കുക. പിന്നെ ഇതിൽ പോകുന്ന പലരും വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്, കാരണം ചുറ്റുമുള്ള ആ ഒരു കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് പലരും മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ വളരെ മാന്യമായിട്ട് തന്നെ വണ്ടി ഓടിച്ച് തന്നെ പോവുക ഇതുവഴി. അപ്പോൾ നമുക്കിവിടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് റിസോർട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വരുന്ന സമയത്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് മുകളിലേക്ക് പോകാം, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലായിട്ട് നമ്മുടെ റാണിപുരം മലകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മഴക്കാലത്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താ പറയുക, ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ മൂടി നമ്മുടെ എന്താ പറയുക ശരിക്കും നമുക്ക് ആ ഒരു എന്താ ഒരു ഹെവൻലി ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മഴക്കാലത്ത് വരുമ്പോഴാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ചീവീടുകളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ റാണിപുരം ബോർഡ് കാണും. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് 2 തട്ടായിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് മുകളിലേക്ക് നടന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി പോകാവുന്നതാണ്. നമ്മളിവിടെ എത്തിയ സമയം കുറച്ച് വൈകിയതുകൊണ്ട് നമുക്കിനി ടിക്കറ്റ് എടുത്ത് മുകളിൽ പോയാൽ തന്നെ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ ഇരുട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും മുകളിലേക്ക് പോകുന്ന കാര്യം ക്യാൻസലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പാർക്കിംഗ് സ്ലോട്ടിൽ തന്നെ വണ്ടി ഒന്നിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മൊത്തത്തിൽ ആ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചിറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കോടമഞ്ഞായിരുന്നു. മൊത്തത്തിൽ കോടമഞ്ഞ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ കുറച്ച് മുന്നിലുള്ള ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അത്രയും നല്ല രീതിയിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിരുന്നു അന്ന്. നമ്മുടെ പുറകിലായിട്ട് നമുക്ക് ആ കാടിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം. നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിൽ ഇരുന്നാൽ പോലും
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നല്ല രീതിയിൽ ചീവീടിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് വന്നാൽ പോലും നമുക്ക് കിട്ടുന്നത്. വണ്ടി തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇതാ മുമ്പിലൊരു അടിപൊളി ഫ്രെയിം, ഒരു രക്ഷയില്ല. താഴേക്ക് അത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വണ്ടിയൊന്നും അവിടെ ഒതുക്കിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മുകളിലായിട്ട് നല്ല രീതിയിൽ മഴയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏത് സമയം മഴ പെയ്യാം എന്ന ഒരു സാധ്യതയും നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ കോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് മഴ പെയ്താലും കുഴപ്പമില്ല. കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോടമഞ്ഞൊക്കെ വരാൻ തുടങ്ങും. അതുമാത്രമല്ല, മഴയത്തുള്ള ബൈക്ക് റൈഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ റിസോർട്ട്, അതായത് ഏറ്റവും ഉള്ള റിസോർട്ട് എന്ന് പറയുന്നത് ഹിൽ ടോപ്പ് എന്ന് പറയുന്ന റിസോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ റീസെൻ്റ്ലി വന്നൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മുമ്പ് വരുന്ന സമയത്ത് ഇതൊന്നും കണ്ടിരുന്നില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്നൊരു റിസോർട്ടാണ്. ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് ഒന്ന് പുറകിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ താഴേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കങ്ങനെ അടുത്തൊരു റിസോർട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ ആണ്. ഇത് എനിക്കൊന്ന് കുറച്ച് ചീപ്പായിട്ടുള്ള നമുക്ക് താമസിക്കാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പീക്കോക്ക് എന്ന് പറയുന്നൊരു മറ്റൊരു റിസോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ കാണുന്ന റിസോർട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള റിസോർട്ടാണ്. സ്വിമ്മിംഗ് പൂൾസും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു റിസോർട്ടാണ്. പിന്നെ നമ്മൾ അവിടുന്ന് താഴേക്ക് പിന്നെ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഒലീവ് എന്ന് പറയുന്ന റിസോർട്ട് കാണുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു പള്ളിയൊക്കെ കണ്ട ഒരു ഭാഗത്താണ്, അതിന് തൊട്ട് മുകളിലാണ് നമുക്ക് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒലിവ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു റിസോർട്ടാണ്. പിന്നെയുള്ളത് നമ്മൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ റിസോർട്ട് എന്ന് പറയുന്നത് വാലി വ്യൂ റിസോർട്ടാണ്. ഇത് നമ്മൾ ഓൾറെഡി വരുന്ന സമയത്ത് തന്നെ കണ്ടതാണ്. ഇതിനിടയിലായിട്ട് കുറച്ച് റിസോർട്ടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന സമയത്ത് നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. നമ്മളൊന്നും ഇവിടെ എത്താൻ വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് റാണിപുരം മൊത്തത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും നമ്മൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോയി റാണിപുരം മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.